ഭരതരം ശശിവർണം ചതുർഭുജം നാം അറിയുന്നു, എല്ലാം നാം അറിയുന്നു. നിന്നെ കാലടിപ്പിട്ട് സ്വാമി പൂജ ചെയ്യാൻ ഗുഹ അന്വേഷിക്കണേ. അടച്ചി ചേട്ടനെ കണ്ടപ്പോ വിളിച്ചപ്പോഴേ ഞാൻ എനിക്ക് തോന്നി എനിക്ക് എന്തൊക്കെ സിസ്റ്റു പുള്ളിയുടെ മാൻ വരുമെന്ന് ഇപ്പൊ നമ്മുടെ കംപ്ലൈന്റ് അപ്പൊ നിന്നെ കാലടിപ്പിട്ട് സ്വാമി പൂജ ചെയ്യാൻ ഗുഹ അന്വേഷിക്കണേ. അടച്ചി ചേട്ടനെ കണ്ടപ്പോ വിളിച്ചപ്പോഴേ ഞാൻ എനിക്ക് തോന്നി എനിക്ക് എന്തൊക്കെയാണ് പറയണേ. എടാ മാൻ ഇവിടെ പോയി, മേലോട്ട് പോയി. കുതിര ഒരു LED ലൈറ്റ് ഒക്കെ ഇറങ്ങി വരട്ടെ. വാ ജോക്കി, മാനായിരുന്നു ഒന്ന് മാറി ആംബുലൻസിൽ LED ലൈറ്റ്. ഒരാഴ്ചത്തേക്കുള്ള ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ. ആ തലകൂട്ടി നമ്മള് വന്നപ്പോ അങ്ങോട്ട് നോക്കിയല്ലേ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നേ. എന്തൊക്കെ ടെക്നോളജി അല്ലേ. സത്യം ഇത് ടെക്നോളജിയാണ്, പൂജയൊന്നും ഇല്ലേ. ആ മാന്ത്രിക വെളിയിൽ ഹെലികോപ്റ്റർ കിടക്കുന്ന കണ്ടാ. ഏതോ VIPs വരെ വരുന്നുണ്ട് ഇവിടെ. സത്യം ശപിച്ചിരിക്കുന്ന പക്ഷെ ഹെലികോപ്റ്ററിനെ. എന്തിനാണ് ജോക്കി അവര് സെപ്പറേറ്റ് സമയം. ഹലോ അവർക്ക് വാസോണ എനിക്ക് ഇതൊക്കെ മുട്ടാൻ പേടിയാണേ. പേടിക്കണ്ടേ, അങ്ങോട്ട് ഇരിക്കാ. ചമ്മടം വിട്ട് ഇരിക്കാ. മണ്ടൻ ഡാൻസ് കളിക്കുന്ന മണ്ടൻ ആരാ? അങ്ങോട്ട് ഇരിക്കാ. കവച്ചിരിക്കല്ല, കുത്തിരിക്കാ. എങ്ങനെ ഇരിക്കണ സ്വാമിയുടെ മുട്ടി വന്നാണോ കവച്ചിരിക്കുന്നേ? ഭരതരം ശശിവർണം ചതുർഭുജം നാം അറിയുന്നു, എല്ലാം നാം അറിയുന്നു. നമ്മളെ അറിഞ്ഞേ ചെറുപ്പടം കഴിച്ചാൽ മതിയത് മാറും. ആയിരിക്കുന്ന ആരാ? കൃത്യം 7 മണിക്ക് ശേഷം ഇല്ലത്ത് കയറേണ്ടതാണ്. അതെ വക്രാനന്ദസ്വാമി, ഇത് നമ്മുടെയൊക്കെ ചേട്ടനെ പോലെ കാണുന്ന ഒരാളാണ് കേട്ടാ ജോക്കി. ചേട്ടൻ മുഖം കണ്ട പേരെനിക്ക് മനസ്സിലാവും. സിദ്ധനാണ്, മഹാസിദ്ധൻ. അപ്പൊ പുള്ളിയുടെ നാളെന്തായിരുന്നു ജോക്കി? മൂലം. മുഖം കണ്ടറിയാം. മൂലം. ഉത്രം 88 സ്വാമി 88 കബഡി നിർത്ത്. ജാക്കി അതല്ലേ പേര്? ജോക്കി. അതെ അതാണ് പേര്. നമ്മളെ പാറശാല ഇല്ലത്തുള്ളതാണ്. വളയില്ല, പേര് വളയില്ല. വളയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മള് വന്നത് എന്തിനാന്ന് വെച്ചാൽ അടക്ക വഴിയെ വരും. സെറ്റാക്കണം.
അപ്പൊ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാല് പറയൂ. ഈ ജോക്കിയുടെ നാളെ ഉത്തരമല്ലേ ഉത്തരം ഉത്തരമാണ്. അപ്പൊ എല്ലാരും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇരിക്കാ. അപ്പൊ ഈ ഉത്തരം നാളുള്ള ജോക്കിക്ക് ഇപ്പം പെണ്ണ് കെട്ടാൻ പറ്റിയ സമയമാണോ, എന്താണ് ജീവിതത്തിൽ ഇപ്പൊ എങ്ങനെ നടക്കണം, അത് ആ കാര്യങ്ങളെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിട്ടാ വന്നത്. പെണ്ണ് കെട്ടാറായി, കാലടിപ്പിച്ചിരിക്കാം, നമുക്ക് എല്ലാം കാണാം. കെട്ടാനായി കണ്ടറിയാം. സബി പറഞ്ഞോ. അപ്പം ശനി കാണുന്നുണ്ട് സ്വാമി. ശരിയല്ല, കണ്ട് ഞാൻ സാധനം കണ്ട്. അപ്പം ഞാൻ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പറഞ്ഞോ സ്വാമി. ജാക്കിക്ക് ചൊവ്വാദോഷമുണ്ടല്ലേ? ചൊവ്വാദോഷം ഉണ്ടോ? ഉണ്ട്. മുഖം കണ്ടാൽ അറിയാം. അയ്യോ, അപ്പൊ ചൊവ്വാദോഷമുള്ള പെണ്ണിനെ തന്നെ കെട്ടാൻ പറ്റത്തുള്ളൂ കേട്ടാ. 88 വ്യാഴയ്ക്ക് വെള്ളിയോട് കളി. അല്ലെങ്കിൽ അല്ലല്ല, സുമതിയമ്മയ്ക്ക് ചൊവ്വയല്ല ദോഷം. ചൊവ്വാ ദോഷം കൊണ്ട് വാഴയൊക്കെ കെട്ടിക്കാൻ പറ്റോ? ഇല്ല, വാഴക്കെട്ടി പറഞ്ഞതല്ല, ഇതല്ല, വേറെയാണ്. വാഴക്കെട്ടി പറഞ്ഞതല്ല, അത് വേറെ. ഇവിടെ നിങ്ങൾ നാം കാണുന്നു സ്വാമി. സ്വാമി പറയൂ സ്വാമി. ജാതകം എവിടെ? ജാതകം കൊടുക്കൂ, ജാതകം കൊടു, ജാതകം കൊടു. ഒരു മിനിറ്റ് വണ്ടി ഞാൻ കൊടുക്കാം. മെയിലിൽ അയച്ചാ മതി. നോക്കട്ടെ. 88 വെള്ളിക്ക് കടി. അത് തന്നെ സ്വാമി. തൃക്കാവടി കോച്ചിപ്പിടി. നോക്കിയിട്ടൊന്ന് പറയായിരുന്നെങ്കിൽ ഇപ്പൊ പറയാം. കുറച്ച് നമുക്ക് നോക്കണേ ഇത്. ഏറ്റവും നല്ല പൊരുത്തുള്ള തന്നെ നോക്കണം കേട്ടോ ജാമി. ഞാനൊരു കാര്യം ചെയ്യട്ടെ വത്സ, ജാക്കി വത്സ. അവന്റെ പൊന്നെ വക്രാനന്ദ സ്വാമികളെ മറ്റേ ഈ ഒന്നെങ്കിൽ അല്ലെങ്കിൽ വത്സാനോടി യോക്കി വത്സെന്ന് വിളിക്കുമ്പോ വത്സൻ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? രാവിലെ ബാത്റൂമിൽ ഇരുന്ന് കണ്ടിട്ട് ആരെയാണ് ആലോചിച്ചേ? ആരെങ്കിലും കെട്ടാനായിട്ട് സ്വാമി ഉദ്ദേശിച്ച അതാണ്. കെട്ടാനായിട്ട് മനസ്സിൽ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്ങനെ ആരും 5-6 പേരുണ്ട് ഡേറ്റ് ഒക്കെ ചെയ്തിട്ട് കെട്ടാന്ന്. ആരെയാണ് 5-6 പേരെ? പേരെന്ന് പറയോ? കാണുന്നോ? ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഒരു പിന്നെ മൂന്നാമത്തതായിരുന്നു ലിസ. 3 ലിസയ്ക്ക് പ്രായം കുറവാണ്. പോക്സോ അവിടെ മനസ്സിൽ കാണുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ? തെളിച്ചു പറ. എസ്തർ, പിന്നെ റീന, പിന്നെ ഇതിനകത്ത് എഴുതിയേക്കുന്നത് ക്ലിയർ അല്ല. റീന, എസ്തർ, പിന്നെ ഇത്ര 2-3 പേരൊക്കെ. എലി. പിന്നെ സാമിന്നാണ് എന്റെ കൊച്ചിന്. അവനിഷ്ടമാന്ന് പറഞ്ഞ് ഞാൻ വിട്ട് വേണ്ടാന്ന് വെച്ച്. അതെന്തായാലും വിട്ടത് നന്നായി. കാരണം ആ കൊച്ചിന് ചിങ്ങത്തിലൊരു വെള്ളിയുണ്ട്. അത് കേരളത് സെറ്റാവൂല. കേരളത്തിലൊന്നാ അല്ല സ്വാമിയോട് തെറ്റ് മറുത്തടിക്കരുത്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എനിക്ക് ഓങ്ക്രി കുട്ടിച്ചാത്ത എബട്ടടി കബട്ടടി കമത്തിയടി കൊനിച്ചടി. അയ്യോ മെന്നി വത്സൻ സൈഡിലോട്ട് ഒരു കൈവാക്കി ഇങ്ങോട്ട് വത്സൻ ആരെങ്കിലും താല്പര്യമുണ്ടോ കെട്ടാൻ? എനിക്ക് അങ്ങനെ. എത്ര വയസ്സായി? ആദ്യം തന്നെ വയസ്സ് എത്രയായി? 27. എത്ര? 27. ജാതകത്തിന് ആദ്യം തന്നെ. ഞാൻ ജാതകം നിർത്തില്ല. അപ്പൊ ആധാർ ചതയത്തി ഉത്രത്തിനെട്ട് 4 സാരോട് ഉത്രല്ല കഷണ്ടി വിട്ടമയുണ്ട് സ്വാമി. ഇടക്കിടക്ക് 1968 എലിസബത്ത് രാജകുമാരോട് പഠിച്ചതാണ് കാണിക്കണ.
അവര് ചത്ത് പറഞ്ഞ 96 വയസ്സായിരുന്നു കഴിഞ്ഞ ആഴ്ച. എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല വാസോണ്ടാ. നമുക്ക് വിശ്വാസമായി. ആക്യുറേറ്റ് അല്ലേ? സ്വാമി ഓം കാണുന്നു, സാമിയെ ഓം കാണുന്നു, എന്താ സാമിയെ ഓം കാണുന്നു. എന്തൊരു സാമി? കണ്ടിട്ട് പറ പോലെ കുറെ നേരമായിട്ട് എന്തൊരു നിങ്ങളെല്ലാം suspense ആ. ആശാനാണോ? നിങ്ങളുടെ എല്ലാം ആശാനാണോ? ആ നമ്മുടെ പേരേ ഉള്ളൂ, പേരേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തികളെ കണ്ടിട്ടില്ല. ഒരു പേര് കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പേര്. പേര് കൊടുത്തിട്ടുണ്ട്, പട്ടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നാല് തറവാട്ട് പേരെന്താണ്? തറവാട്ട് പേരെന്താണ് നിങ്ങളുടെ? ടിവിയെ തക്കുടു ബാബ. തക്കുടു ഡക്കുടു ബാബ. ബാബ, ഡക്കുടു ബാബ ഡുള്ള തക്കുടു ബാബ. തക്കുടു ബാബ. ഒരു ദോഷം തക്കുടു ബാബു അല്ല, തക്കുടു ബാബ. ഡക്കുടു ബാബ. തക്കുടു വീട്ടിൽ ഒരു ദോഷം കാണുന്നുണ്ട്. ദോഷോ? ഒരു ദോഷം കാണുന്നുണ്ട്. അതെ ഇവനാണ്. നിങ്ങളെ കുടുംബത്തിൽ ഒരു സന്യസിക്കാൻ ഒരു പ്രായമുള്ള ഒരാൾ വേണം. ഓം കാണുന്നു, മെന്നി ഓം കാണുന്നു. ആ അതെ, വനവാസ യോഗം. വാസണ്ണ ഇതിൽ എനിക്ക് വിശ്വാസമില്ല വാസണ്ണ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നമുക്ക് വിശ്വാസമുണ്ട്. അടിച്ചിട്ടുള്ളവൻ ഡക്കുടു ടിവിയിൽ അടിച്ചിട്ടുള്ളവനെ കേസാണ്. ആ ടിവിയുടെ കുത്തിക്കണം, ഇരിയോളെ. ഇത് വഴിപാടുണ്ട്, വഴിപാട് ചെയ്താ മാറും. വന്ന 4 വത്സന്മാർ ഉടുപ്പ് പരിപാടുന്നല്ലേ പറഞ്ഞ വെടിപാടുന്നല്ലോ. ബാബു ഇച്ചിരി പോടാ, വഴിപാട് ഊര 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 ഊര. മത്സരം ഒരു ഹെൽമെറ്റൊക്കെ ഒരു തലേന് നാം കാണുന്നു. ഞാൻ കാണാം, ഊരിയെ കാണും. അതല്ല, എന്താ സ്വാമി ഇതിനൊരു പോംവഴി? ഇതിപ്പം നിങ്ങളെ പ്രശ്നം എന്താണ്? അത് ആദ്യം പറയൂ. ആദ്യം ജോക്കിയുടെ കല്യാണം നടക്കുമെന്ന് നമുക്കറിയണം. ഞാൻ അതിപ്പോ ഗണിച്ച് പറയാൻ പറ്റി. എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വലിയ ആഗ്രഹമില്ല എന്നെ നോക്കണം എന്ന്. ഇപ്പൊ എനിക്ക് കല്യാണം ചെയ്യണമെന്ന് ആഗ്രഹമില്ല കേട്ടോ വലുതായിട്ട്. അതായത് മനുഷ്യരാശിയിൽ 8 വെള്ളി 88 താഴികക്ക് തുമ്മി. ഇതിന് താഴെ 18. അതായത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ ജാക്കിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്റെ ജാക്കിക്ക് വേണ്ടിയാ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ നിങ്ങളുടെ ജാക്കിക്ക് വേണ്ടി? മനുഷ്യരുടെ വക്രയല്ല, വക്രാനന്ദൻ വത്സന് വേണ്ടി. അല്ല, വത്സൻ. ജീവൻ രക്ഷിക്കണെന്ന് പറയുമ്പോ ഡോക്ടറാണ് നമ്മളെ. ജീവൻ ഡോക്ടറാവാം, പലതും ആവാം. അതെ ജീവൻ രക്ഷിക്കുന്നത് പറയുമ്പോ നമുക്ക് ഡോക്ടർ ആവാം, EMS ആവാം. രണ്ടാമത് പറഞ്ഞ സാധനം ലിസ്റ്റില് ആരുണ്ടോ? അങ്ങനെ എല്ലാം ഉണ്ടോ? അലീന EMS കയറണം പറഞ്ഞ ജോക്കി നേരത്തെ പറഞ്ഞ ലിസ്റ്റില് ഡോക്ടർമാരായിട്ടുള്ള EMS ആയിട്ട് ആരെങ്കിലും ഉണ്ട്? റീന അല്ലേ അത്? സെറ്റ് സാധനം വത്സനടിക്കാൻ പറ്റിയ വത്സന് പറ്റിയ സാധനം. വത്സന് മുഖം കണ്ടാലറിയാം. വത്സന് റീന ചേരും. ജാതകം തമ്മിൽ പൊരുത്തമുണ്ട്. 8-9. അത് മാറണമെങ്കിൽ നിങ്ങളൊരു ജീവൻ രക്ഷിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. പിന്നെ അപ്പൊ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ആരും ഒരാളെ കന്യകനാക്കണോന്ന്, അങ്ങനെ ഒരാളാക്കി നമ്മൾ നിങ്ങള് ടർഫല്ല, നിങ്ങൾക്ക് ആയിരാരോഗ്യ വക്രാസ്വാമി ഒരു മിനിറ്റ്. പറയൂ വത്സൻ. മെന്നി വാസുന്റെ ജാതകം ഒന്നും കൊടുത്തേ. ഞാൻ തരാം. അത് കൊടു തരൂ. കുറച്ച് കൂടുതൽ കൊടു, വേഗം കൊടു. എല്ലാ പേജും ഉണ്ട് എന്റെ എല്ലാ പേജും അയച്ചു കൊടുക്കണം, PDF തന്നെ അയച്ചു കൊടു. ഇവന് എന്തായാലും വന്നല്ലേ, ബാബുവിന്റെ കൂടെ നോക്കണം കേട്ടാ. അയ്യോ എന്റെ ഇല്ല, എന്റെ ജാതകം അല്ല ഞാൻ എടുത്തിട്ടുണ്ട്. സാധനം കിട്ടി. നമുക്ക് അകമ്പളി കിട്ടി. അകമ്പളി കുഴപ്പമില്ല സ്വാമി, സ്വാമി കുഴപ്പമില്ല. 2 മിനിറ്റ് കൂടെ ഇരി. കൊടുത്തിട്ടുള്ളൂ സ്വാമി കിട്ടിയ ഉക്കാറ് കാവടി ഉക്കാറ്. നാം കാണുന്നു ജാക്കിയുടെ ജാതകം. ജാക്കിയുടെ ജാതകമല്ല, വാസുവിന്റെ ജാതകം. കാണുന്നു. എന്തിനു കണ്ടത്? രാജയോഗമാണ്, രാജയോഗം. ഗജകേസരി യോഗം. പക്ഷേ
21 വയസ്സ് വരെ കുറവ് പിച്ചച്ചട്ടി കാണുന്നുണ്ട്. എടുത്ത് തെണ്ടി അലഞ്ഞു തിരിഞ്ഞ് പുഴുത്തഴിവ് നടത്തുക. ഇപ്പൊ കേസരി നോക്കണം. അതെ 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 സാർ. ആയുസ് ഒന്ന് നോക്കിട്ട് പറയാവോ? കൂടെ നടക്കുന്ന ആൾക്കാരനുസരിച്ചിരിക്കും ആയുസ്. അതെന്നോട് ഉദ്ദേശിച്ചത്. കല്യാണ മൂലം കാര്യമൊക്കെ നക്ഷത്രമുള്ള ആരെങ്കിലും ഉണ്ടാ? മൂലം നക്ഷത്രമുള്ള ആസാമിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാ? ഞാൻ വിട്ടോ ഇല്ല ഇല്ല ഇല്ല. സ്വദേശം മറന്നു വിദേശത്തോ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഉണ്ട് സ്വാമി, ഉണ്ട് സ്വാമി. ബാബു ബാബു മൂലമാണോ? മൂലമാണോ? മൂലമാണ്. കണ്ടറിയാം. മൂലമാണെന്നാണല്ലോ സ്വാമി പറയണേ. എനിക്കറിയാം, എന്റെ മൂലത്തിൽ നോക്കിട്ട് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. ജാതകം തിരുത്തിട്ടുണ്ട്. മുഖം കണ്ടാൽ അറിയാം. സൈഡ് നോക്കിയാടാ പറയണേ. നീ ജാതകം തിരുത്തിട്ടുണ്ടാ? 2 വട്ടം. ഞാൻ എനിക്ക് ജാതകമേ ഇല്ല. ഞാൻ തന്നെയാണ് ഒരെണ്ണം ഉണ്ടാക്കിയത് ലാസ്റ്റ് കിട്ടാതെ വന്നപ്പോ. എടാ ഇത് മൂലമാണപ്പോ സ്വാമി. അതാണ് ഇവരെ കറക്റ്റ് ആയിട്ട് അറിയാത്തോണ്ട്. മൂലം എന്റേത് ശുക്രൻ. അത് തന്നെ. ഇത് വാസു മോന്. വാസു വത്സ. വത്സന് ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാ എനിക്കൊരു കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്വാമി. പേര് പറയോ? സൂസൻ എന്നായിരുന്നു പേര് കേട്ടോ. ജൂജൻ. അപ്പൊ സൂസൻ ഈ സിറ്റിന്ന് വിട്ടു പോയി. എന്നാലും തായ്ലൻഡില് മസാജ്. തായ്ലൻഡിൽ പോയേക്കാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ വേറെ ആരും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു കൊച്ചിനോട് ഇഷ്ടം തോന്നുന്നുണ്ട്. പേര് പറയൂ. നാളും പേരും വേണം. പേര് എലി. എലി. പൂരാടം നാള്. അതെ 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 അതെ. പൂരാടം നാളിൽ എലിയും ഉത്രാടം. ഉത്രാടത്തിൽ വാസുവും 10-84 പൊരുത്തം. അല്ല 10 8.5 പൊരുത്തം. കാവടി സാമി നിരത്ത്. സാറി നിരത്ത്. ജോക്കിന്റെ ഇടയിൽ ഒരു സാധനം പോയി. അത് എടുത്ത് ജോക്കിയുടെ അല്ല വാസുന്റെ ജാതകം നിരത്തടേ. നിരത്തി സ്വാമി, നിരത്തി നോം കാണുന്നു. നിമിത്തങ്ങൾ അകൽച്ചകൾ വല്ലതും ഉണ്ടോ? അകഴ്ച നല്ല പോലെ ഉണ്ട് ഇപ്പോൾ. എന്താണ് തെളിഞ്ഞു വരുന്നത്? എന്താണ് സംഭവം? അകഴ്ച നല്ല പോലെ തോന്നുന്നു. കാല് ചേർത്ത് വെക്കുമ്പോഴേ അകൽച്ച ഉണ്ടെന്ന് പറയുന്നത്. അകഴ്ചയുണ്ട് സ്വാമി. 10 8.5 പൊരുത്തം. ഉടനെ നാം ആ മുഖത്തൊരു മംഗല്യ ഭാഗവും കുഞ്ഞിക്കാലിലുള്ളൊരു ഇതും കാണുന്നുണ്ട്. അതൊക്കെ കഴിവോടിരിക്കും. ഉറക്കമില്ലാത്ത ദിനങ്ങളാണ്. എന്നാലും ഒരു 94 നാഴികയ്ക്ക് മുമ്പേ നാം ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊച്ചുണ്ടായ ഇവിടെ തന്നെ കൊണ്ടുവരണം. ഇവിടെ തന്നെ മുക്കണം. നമുക്ക് കാത് കുത്തണം. കൊണ്ടുവരാം സ്വാമി. നന്ദിയുണ്ട്. നാം ആ മുഖത്ത് കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ആർക്കാ സുമതിയമ്മയുടെ താല്പര്യം? കഴിഞ്ഞ ആഴ്ച അമ്മായി ഇവിടെ വന്നിരുന്നു. ബാബു പിന്നെ എനിക്ക് സ്വാമി നമ്മളിപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ വന്നത് എന്റെ കാര്യം പിന്നാണല്ലോ നടത്താം സ്വാമി. കുഴപ്പമില്ല. മെയിൻ ആയിട്ട് ജോക്കിയുടെ കാര്യം. ജാക്കി വത്സൻ. അതെ അതെ ജാക്കി വത്സന്റെ കാര്യം ഒന്ന് അറിയണം. ജാക്കി വത്സ വത്സൻ മനുഷ്യരെ രക്ഷിക്കുന്ന, അതായത് ജീവൻ രക്ഷിക്കുന്ന ഒരു പെൺകുട്ടി വത്സന് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവൾ നിന്ന് പിഴയ്ക്കുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിലുള്ള ആർക്കോ ഈ ബന്ധത്തിലൊട്ടും താല്പര്യമില്ല. അകറ്റാൻ നോക്കുന്നുണ്ട്. പൂർണ്ണമായി ഒഴിവാക്കട്ടെ. അവനെ ശപിക്കും സ്വാമി. തിരിച്ചടിക്കുന്ന സാധനമാണ് നമ്മളെ. ഇല്ല മെനി വിശ്വാസമില്ലാത്തവരുടെ ഇതിനകത്ത് കുഴപ്പമില്ല. നല്ലൊരു വെറൈറ്റി ശാപം കൂടെ. വെറൈറ്റി ശാപം ഇത് തിരിച്ചടിക്കും. പറഞ്ഞ അവസാനം തിരിച്ചും കിട്ടും സ്വാമി. ക്ഷമിക്കാം സ്വാമി. മെന്നി മത്സരം എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? ഇതിപ്പോ ആരെ പറ്റിയാ സംസാരിക്കണേ? വത്സന് ഈ റീനയോട് എന്തെങ്കിലും ഒരു താല്പര്യം വല്ലതും ഉണ്ടോ? ഇപ്പം ജോക്കി വത്സനായിട്ട് പെണ്ണിന് 10 പൊരുത്തപ്പെട്ട് 10 ഈ കൂടെ അലമ്പാക്കുന്ന എല്ലാരും തടസ്സമിടുന്ന എടങ്കൂലിരുന്ന ഒരാൾ കൂട്ടത്തുണ്ട്. അത്
അതുപോലെ അങ്ങ് പറഞ്ഞാ. ബാബു പട്ടിയാക്കി മെന്നണനെ ഗോൾഡൻ റിട്രീവർ കേരളത്തിൽ കൊണ്ട് കൂട്ടിട്ട് വളർത്താം. ഇതാണ് കള്ളം കർമ്മ. പറഞ്ഞാലേ, കള്ളം കള്ളം പറഞ്ഞാലേ. പറഞ്ഞാൽ വിക്രാന്ത സ്വാമി സ്പോട്ടിൽ തരും. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറിയില്ലേ? ജാമി മനുഷ്യനായിട്ട് ഉപയോഗമില്ല, ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവോ? ഉണ്ടാവും. നല്ല മൂത്ത പട്ടി. അയ്യോ പട്ടിയാണ്. പെമ്പട്ടിയാണ് രക്ഷപ്പെട്ട. അപ്പൊ ബാക്കി കുഴപ്പമില്ല. കടിച്ച്. ഇതാര്? ഞാനൊക്കെ എടുക്കും, അപ്പൊ സ്വാമി ബൽസ കിടന്ന് മാറി. അത് ഞാൻ മണിക്കൂർ ഇരുന്നല്ല. അപ്പൊ സ്വാമി ജോക്കിക്ക് ഒരു പെണ്ണിനെ നോക്കാനുള്ള സമയമാണല്ലോ അല്ലേ? കൊണ്ട് കണ്ടാലറിയാം. 1000 ആരോഗ്യ സമിക്കവ സമ്പൽ സമൃദ്ധി നിരന്ന ഓക്കെ എല്ലാം നേർന്ന സ്വാമി മെന്നിപ്പട്ടി അല്ല മെന്നണ്ണ മെന്നിപ്പട്ടിയല്ല ഇന്ന് ചതുർഭുജൻ. ചതുർഭുജ മാറിയില്ലേ? ചതുർഭുജ മാറിയില്ലേ? ചതുർഭുജ മാറി. ഇന്ന് മുതൽ ഇവന്റെ പേര് ചതുർഭുജൻ. ഓക്കെ അപ്പൊ സ്വാമി നന്ദിയുണ്ട്. അപ്പൊ നമ്മള് പോയിട്ട് വരാം കേട്ടാ. എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ബാബു ചതുർഭുജനും ജോക്കിയും വിളിച്ച് വെളിയിലോട്ട് പോയി. ഞാൻ വെടിപൊട്ടി. പേയ്മെന്റ് കൊടുത്തിട്ട് വരാം. ജാമി പൈസ ചോദിച്ചെന്നറിഞ്ഞ് ഞാന് മൊലാലി എല്ലാരും ഉള്ള ബെൽറ്റ് ആണ്. പോയിട്ട് ചതുർഭുജ ഇനി വാ. ചതുർഭുജനെ കൊണ്ട് ചതുർഭുജ ചെല്ലേ. ചതുർഭുജ ഹെച്ചാ മറ്റേ മൂട്ടർ വയ്ക്കാൻ വരും കാല് നോക്കി. അടിച്ചു നിന്റെ തലയാ പൊട്ടിക്കും. നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. നീയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇനി അങ്ങേരെ ഞാൻ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അയ്യോ പാവം. ശരിയാക്കി തരുമോ സ്വാമികളെ? ചതുർഭുജൻ പോ. ചതുർഭുജൻ കൊടുക്കണം. ശരിയാക്കണം. 8 നാഴിക കഴിയുമ്പോ ചതുർഭുജൻ ശരിയാവും. 8 നാഴിക. ഞാൻ ഒരു കാര്യം പറയട്ടെ ഇല്ലെങ്കിൽ മെന്നി ചതുർഭുജ പെർഫെക്റ്റ് ബ്രൈഡ്. കന്നിമാസം വരുവാ. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് മനുഷ്യരായാ മതി. ആഗ്രഹങ്ങളൊക്കെ അവിടെ തേക്കാം. ശരി പോയിട്ടോ വാസണ്ണ എന്നെ നേരെയാക്കാൻ പറഞ്ഞ പോയിട്ടോ. ചതുർഭുജ അങ്ങോട്ട് പോയ സീക്രട്ട് പറയട്ടെ. 8 നാഴിക. ഇനി ജോക്കിയെ ഞാൻ എന്തൊക്കെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കണോടാ? ഇല്ല റീന സെറ്റായി. നോക്കട്ടെ എന്തായാലും വിശ്വസിച്ചില്ലെന്ന് ഞാൻ പറയാം കേട്ടാ. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം വിഷയമായിരുന്നു. ഞാൻ തരാവേ നിനക്ക്, ഞാൻ വിളിക്കാം. ഇടയ്ക്ക് മത്സ്യം പത്രം കൈവിട്ടുപോയി. വെള്ളമല്ലേ? ചതുർഭുജന്റെ ഐഡി പറ. ചതുർഭുജന്റെ പോക്കറ്റ് ഐഡി പറ. ചതുർഭുജ കണ്ടാ ജോക്കി ആ സ്വാമിയുടെ